ഡീൽ ആരോപണം കത്തുന്നു. 10 സീറ്റിൽ BJP CPIM ഡീലെന്ന പ്രതിപക്ഷ നേതാവ്. കോന്നിയിൽ CPM BJP ഡീൽ ഉണ്ടെന്ന് UDF കൺവീനർ. സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ ആ സത്യങ്ങൾ പറയേണ്ടടുത്ത് പറയണ്ടേ? ഞങ്ങൾ ആ ഡീല് നടന്നു എന്നതിനെക്കുറിച്ച് ഞങ്ങൾ അത് അവകാശപ്പെടുന്നു പറയുന്നതിനും ചില കാരണങ്ങളുണ്ടല്ലോ. ഞങ്ങളൊന്നും കാണാതെ പറയുന്നവരാണ് എന്ന് നിങ്ങൾ കരുതാൻ പാടില്ല. ഡീൽ ആരോപണം വിചിത്രമെന്ന് മുഖ്യമന്ത്രി. തൃശ്ശൂരും ഇതെല്ലാം വെറുതെ ഒരു ഹാഫ് ട്രൂത്ത് എടുത്തിട്ട് ഒരു ഫുൾ നുണ ഉണ്ടാക്കുന്ന ഒരു ശ്രമം. ഞങ്ങളുടെ തന്ത്രം ഞങ്ങൾ മനസ്സിലാക്കി പരിശോധിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ കാൻഡിഡേറ്റ് തീരുമാനിക്കുന്നത്. തൃപ്പൂണിത്തറ ഡീൽ ആരോപണം തള്ളി മുഖ്യമന്ത്രി. ചെറ്റത്തരം പ്രയോഗത്തിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണം. G. സുധാകരനെ ചെറ്റ എന്ന് വിളിച്ചിട്ടില്ല. സുധാകരന്റേത് രാഷ്ട്രീയ ചെറ്റത്തരമെന്നാണ് പറഞ്ഞത്. അത് നിലപാടിന്റെ ഭാഗമാണെന്നും വിവാദമാക്കിയതിന്റെ പിന്നിൽ മാധ്യമ അജണ്ടയെന്നും മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ. നാടുനീളെ വ്യഭിചരിച്ചു നടന്നയാളെ സതീശൻ ന്യായീകരിച്ചെന്ന് പിണറായി. നാട് മുഴുവൻ വ്യഭിചരിക്കാൻ നടന്നിട്ട് സ്ത്രീകളെ മുഖ്യമന്ത്രി അവൾക്കൊപ്പമല്ല, വൃത്തികേട് കാണിക്കുന്ന അവന്മാർക്കൊപ്പമെന്ന് പ്രതിപക്ഷ നേതാവ്. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന തുടരുന്നു. പത്രിക നൽകിയത് 1252 പേർ. കൂടുതൽ പേർ പത്രിക നൽകിയത് കൊടുവള്ളി മണ്ഡലത്തിൽ. വ്യാഴാഴ്ച വരെ പിൻവലിക്കാം. ഇസ്രായേലിലേക്ക് വ്യാപക ആക്രമണം നടത്തി ഇറാൻ. ടെൽ-അവീവിൽ കനത്ത നാശം, നിരവധി പേർക്ക് പരിക്ക്. വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണവും ശക്തം. ക്രൂഡ് ഓയിൽ വില ഇന്നും 100-ന് മുകളിൽ. യുദ്ധവിരാമത്തിലെ ആശങ്കയിൽ വീണ്ടും കുതിച്ച എണ്ണവില. ക്രൂഡ് ഓയിൽ വില വീണ്ടും $100 കടന്നു. കൂടിയത് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തോടെ. ഇന്നലെ $90 താഴ്ന്ന വില. ചരിത്രമാകാൻ വനിതാ ബിൽ വരുന്നു. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 816 ആകും. ഇതിൽ 273 എണ്ണവും വനിതകൾക്ക്. കേരളത്തിൽ 30 ലോക്സഭാ സീറ്റുകളും 210 നിയമസഭാ സീറ്റുകളും. പള്ളിത്തർക്കത്തിൽ ഹൈക്കോടതി വിധി ഇന്ന്. യാക്കോബായ സഭ ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറേണ്ട 6 പള്ളികളുടെ കാര്യത്തിൽ വിധി പറയും. തർക്കപരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനും കോടതി. വ്യക്തിത്വാവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന മോഹൻലാലിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കോടതിയെ സമീപിച്ചത് പരസ്യങ്ങളിലെയും AI ഉള്ളടക്കത്തിലെയും അനധികൃത ഉപയോഗത്തിനെതിരെ.